ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. ഞാൻ ദർശൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾ കോയിൻ സീസൺ തീർന്നോ ഇല്ലയോ എന്നാണ്, ബാക്ക്ഡ് ബൈ ഡാറ്റ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ, കാരണം ഈ ഒരു വീഡിയോസ് എല്ലാവർക്കും എത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അല്ല, പക്ഷെ ബാക്കിയുള്ളത്, കാരണം നാട്ടുകാരൊക്കെ അറിയട്ടെ, ഇൻഫർമേഷൻസ് അല്ലേ. ഓക്കെ, ഇറ്റ്സ് ഹെൽപ്ഫുൾ. ഓക്കെ, എനിക്കധികം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുകൂടാ. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം അവിടെ എല്ലാ മാസവും ഞാൻ ഗിവ് അവേ നടത്തുന്നുണ്ട്. സോ യു മൈറ്റ് ബി ലക്കി ഓൺ ടൈം. പിന്നെ നല്ല ഇൻഫർമേഷൻസ് ക്വിക്കായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത് than YouTube. So it's a fastest medium to know about something. Okay, ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഓൾ കോയിൻ സീസൺ ക്യാൻസൽഡ് ആയോ അതോ അതിന്റെ ടോപ്പ് എത്തിയോ ഇല്ലയോ എന്നുള്ളതാണ്, ബാക്ക്ഡ് ബൈ ഡാറ്റാസ്. ഓക്കെ, പിന്നെ ഇന്ന് പറയുന്ന ഒന്നും ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, കാരണം ഐ എം നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസർ. രണ്ട്, ദിസ് ഈസ് എ പ്രോബബിലിറ്റി. സോ പ്രോബബിലിറ്റി അനുസരിച്ച് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പോയി കഴിഞ്ഞാൽ വി വിൽ ബി മേക്കിംഗ് എ ലോട്ട്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പോയില്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് ഉള്ള കാരണത്താൽ ചെറിയ ലോസുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് യുവർ മണി, ഇറ്റ്സ് യുവർ റിസ്ക്. ഓക്കെ, ഐ എം നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസർ, ബട്ട് ഐ വിൽ ബി ഷോയിങ് യു തിങ്സ് ബേസ്ഡ് ഓൺ ഡാറ്റ. ഓക്കെ, ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ ഇല്ലയോ, ഓൾ കോയിൻ സീസൺ ക്യാൻസൽഡ് ഓർ നോട്ട്. ഓക്കെ, അപ്പോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇത്തരീത്തന്നെ ചാർട്ടാണ്. എനിക്ക് ഈ ഒരു സാധനം മാറ്റാൻ പറ്റൂലേ? ശരിയാണല്ലോ, അത് ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇത്തരീത്തിന് ഡെയിലി ചാർട്ട് ആണ് ഇത്. ഇതിവിടെ ഞാൻ ജസ്റ്റ് ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സിന്റെ ഒരു ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചുമ്മാ നോക്കിക്കഴിഞ്ഞാൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഡൈവർജൻസ് ബൈ ലിബർട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററിന്റെ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെ പോയിട്ട് ഈ ഒരു പേരടിച്ചു കൊടുത്താൽ വരും. ഓക്കെ, ഇത് മൊത്തം ഇങ്ങനെ കുറെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, വലിയ കാര്യത്തിൽ നോക്കണ്ട. അപ്പോൾ എന്താണ് ഓൾ കോയിൻ സീസൺ എന്ന് മനസ്സിലാക്കണം. ആദ്യം ബിറ്റ് കോയിൻ നന്നായി കയറുന്നു, അതിനുശേഷം ബാക്കി ഇത്തീറിയം, അതുപോലെ തന്നെ ബാക്കിയുള്ള കോയിൻസ്, അതാണ് ഓൾസ് എന്ന് പറയുന്നത്. ബിസൈഡ്സ് ബിറ്റ് കോയിൻ എവറിത്തിങ് എൽസ് ഓൾ കോയിൻ എന്ന് പറയും. അപ്പൊ ഈ ഓൾ കോയിൻസിന്റെ ഒരു ഓട്ടാണ്. ഓക്കെ, ഈസ് ഗോയിങ് ഹയർ ആൻഡ് ഹയർ. അതാണ് ഓൾ കോയിൻ എന്ന് പറയുന്നത്, ഓൾ കോയിൻ സീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് നയിക്കുന്നത് ഇത്തറിയമാണ്. ഇതുവരെ ഇനി മുന്നോട്ട് എങ്ങനെ ആയിരിക്കും എന്നറിയില്ല, പക്ഷേ സ്റ്റിൽ ഇത്തീറിയം ഈസ് ലീഡിങ് ദ വേ. ഓക്കെ, അപ്പൊ ഇത്തരീയത്തിന്റെ ചാർട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉണ്ട്. അതായത് ഇത്തരീയത്തിന് ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉണ്ട്. ഞാൻ ആദ്യമേ അത് പറയുന്നു, $4,000 ആണ്. ആ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പ്രൈസിങ് പോയിന്റ് കടന്നു കഴിഞ്ഞാൽ യു വിൽ സി എ ബിഗ് ഓൾ കോയിൻ സീസൺ. ഓക്കെ, പക്ഷെ ഇത് ഞാൻ പറയുന്നതല്ല, ഡാറ്റ സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് ഡാറ്റയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ ഇതിന് ഞാനൊരു ചാർട്ട് എടുക്കുകയാണ്, ഇത്തീറിയം BTC. ഓക്കെ, ഇത്തീറിയം BTC ഓൺ എ ഡെയിലി ടൈം ഫ്രെയിം. ഓക്കെ, ഈ ഒരു ചാർട്ട് എടുത്തിരിക്കുകയാണ്. ഇതിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ചാർട്ട് നന്നായി കയറി കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഇത്തീറിയം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എഗെയിൻസ്റ്റ് ബിറ്റ് കോയിൻ. ഈ ഒരു ചാർട്ട് താഴത്തോട്ട് പോയി കഴിഞ്ഞാല് മനസ്സിലാക്കാം ബിറ്റ് കോയിൻ ഈസ് പെർഫോമിംഗ് ബെറ്റർ ദാൻ ഇത്തീറിയം എന്നുള്ളത്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഈ ചാർട്ട് ഒന്ന് റീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാല് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാല് 2022 തൊട്ടിട്ട് ഇതൊരു ഡൗൺ ട്രെൻഡ് ആണ് കാണിക്കുന്നത്. കണ്ട, അതിങ്ങനെ ഒരു ഡൗൺ ട്രെൻഡ് ആണ് കാണിക്കുന്നത്. അപ്പൊ 2022 തൊട്ടിട്ട് ബിറ്റ് കോയിൻ ഇസ് പെർഫോമിംഗ് ബെറ്റർ ദാൻ ഇത്തറിയം. ഓക്കെ, പക്ഷെ ഈയിടെയായിട്ട് ഏപ്രില് മെയ് ആ റേഞ്ച് തുടങ്ങിയിട്ട് ഇത്തറിയത്തിന് ചെറിയൊരു ഹൈക്കുകൾ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ചാർട്ട് ശ്രദ്ധിച്ച് കാണാൻ മനസ്സിലാവും. ഇത് പോട്ടെ. അതായത് ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റും, ഇത്തറിയം ചെറുതായിട്ട് തലമുന്തി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തറിയം ഇസ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഇറ്റ്സ് റൺ. അതായത് ഇത്തറിയം കുതിച്ച് ചാടി തുടങ്ങി എഗെയിൻസ്റ്റ് ബിറ്റ് കോയിൻ. ഇൻ അതർ വേർഡ്സ്, ഇത്തറിയം ഇസ് പെർഫോമിംഗ് ബെറ്റർ ദാൻ ബിറ്റ് കോയിൻ. ഓക്കെ, പക്ഷെ ഈ ഒരു
ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഞാൻ. ഈ ഒരു വര എന്താന്ന് നമുക്ക് പിന്നെ പരിചയപ്പെടാം. ഓക്കെ, അതിന് നമ്മൾ പുറകിലോട്ട് പോകണം. ഓക്കെ, പ്രീവിയസ് ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വര കടക്കുമ്പോൾ ഇത്തറിയത്തിന്റെ ഒരു കുതിപ്പ് നിങ്ങൾക്ക് കാണാം. ആദ്യം കടന്നു, കുതിച്ചു, താഴത്തോട്ട് വന്നു, വീണ്ടും കുതിച്ചു. ഓക്കെ, അതായത് ഇത്തറിയം ഈസ് അറ്റ് എ ഗ്രേറ്റ് സപ്പോർട്ട് ഏരിയ. ഓക്കെ, കുതിച്ച് ഉയരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു ഹിസ്റ്ററി ആണ്, ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യണമെന്നില്ല, പക്ഷേ ദർ ആർ ഹയർ ചാൻസസ്. അത് എന്തുകൊണ്ടാന്ന് പറയാന്നുള്ളത് ഇനി ബാക്കിയുള്ള വീഡിയോയിൽ പറയാം. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ജനറൽ ഐഡിയ പറഞ്ഞു കഴിഞ്ഞാല് 2022 തൊട്ടിട്ട് ഇത്തറിയം വാസ് പെർഫോമിങ് അണ്ടർ ബിറ്റ്കോയിൻ. ഓക്കെ, അണ്ടർ പെർഫോമൻസ് ആയിരുന്നു. ഇപ്പൊ അത് മാറിയിട്ട് പെർഫോമൻസ് കൂടിയിട്ടുണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വൈ എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം. എന്തുകൊണ്ടാണ് ഇത്തറിയം കൂടുന്നത്? ഓക്കെ, അതിന് നമ്മൾ പോകേണ്ടത് ETF-ലോട്ടാണ്. കാരണം ഈ ഒരു സൈക്കിള് നിയന്ത്രിക്കുന്നത് ഏകദേശം ETF-കളാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു വെബ്സൈറ്റ് കാണാം, sourcevalue.com. ഈ ഒരു വളരെ അധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് sourcevalue.com. ഇതിൽ നമ്മൾ മാർക്കറ്റ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ETF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം US-ലെ സ്പോട്ട് ETF ഓഫ് ബിറ്റ്കോയിൻ, US-ലെ സ്പോട്ട് ETF ഓപ്ഷൻസ് അത്ര റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ US-ലുള്ള ഇത്തറിയത്തിന് സ്പോട്ട് ETF, പിന്നെ ഇത് ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ള ഹോങ്കോങ് ഫൈനാൻഷ്യൽ മാർക്കറ്റിലും നമുക്ക് ETF പ്രൊഡക്ട്സുകൾ കിട്ടും. ഏഷ്യൻ മാർക്കറ്റിൽ അത് ബിറ്റ്കോയിനും ഇത്തറിയത്തിന്റെ റേറ്റുകൾ, പക്ഷെ അത് ചെറിയതായ കാരണത്താൽ ഇൻഫ്ലുവൻസ് കുറവാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബിറ്റ്കോയിൻ US ഇത്തറിയം സ്പോട്ട് ETF ചെക്ക് ചെയ്യുമ്പോൾ ഡെയിലി ടോട്ടൽ നെറ്റ് ഇൻഫ്ലോ, അതായത് ആസ് ഓഫ് ജൂലൈ 23 പ്രകാരം 332 മില്യന്റെ ഇൻഫ്ലോ, അതായത് ആൾക്കാർ വാങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി താഴത്തോട്ട് പോയി കഴിഞ്ഞാല് ഇൻ ടോട്ടൽ 90 ബില്യൺ അസറ്റ്സുകളാണ് ഇപ്പോൾ ഉള്ളത് ആസ് ഓഫ് ജൂലൈ 23. ഓക്കെ, പിന്നെ താഴത്തോട്ട് പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് നല്ലൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണും. അതായത് ഏപ്രിൽ 16 തൊട്ടിട്ട് ഫുൾ ഇങ്ങനെ കുത്തനെ കയറ്റാണ് എന്ത് ഇൻഫ്ലോ ഫോർ ഇത്തറിയം. ഓക്കെ, ഇത്തറിയത്തിനുള്ള ഇൻഫ്ലോ, അതിന്റെ കൂടുതൽ ഡാറ്റാസ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും, ഡെയിലി ഇൻഫ്ലോസ്. ഓക്കെ, ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോ ഇതൊരു നല്ലൊരു വെബ്സൈറ്റ് ആണ് ടു ഹാവ് എ അനലിറ്റിക്കൽ സൈഡ്. പക്ഷെ കൂടുതൽ നമ്മൾ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാല് ഭ്രാന്താവും. പക്ഷെ ഈ ഒരു ചെറിയൊരു സ്പാമിൽ നോക്കുമ്പോൾ ഇറ്റ്സ് ഗോയിങ് റിയലി ഗുഡ് ഫോർ ഇത്തറിയം. ഓക്കെ, ഇനി നമ്മൾ അത് കമ്പയർ ചെയ്യാൻ പോവാണ്. ഏത് വാട്ട് ഐ എം ഡൂയിങ്. ഓക്കെ, നമ്മൾ ബിറ്റ്കോയിന്റെ സ്പോട്ട് ETF ആയിട്ട് ചെക്ക് ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ ഡാറ്റ ഷോയിങ് അസ്. ഓക്കെ, കാരണം ഇത് ഞാനല്ല, ഇത് ഡാറ്റയാണ്. ഐ എം നോട്ട് സ്പെക്കുലേറ്റിംഗ് ഇറ്റ്, ഐ എം ഷോയിങ് യു റിയൽ ഡാറ്റാസ്. ഇപ്പൊ ഇത് ലോഡ് ചെയ്ത് വരട്ടെ. സോറി അബൌട്ട് ദാറ്റ്, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉള്ളതാണ് എന്റെ വിശ്വാസം. ഓക്കെ, അതായത് ഇപ്പോഴത്തെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ETF. ETF-ൽ എന്താണ് സംഭവിക്കുന്നത് അത് നമുക്ക് ഡയറക്റ്റ് ചാർട്ടിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ബിറ്റ്കോയിന്റെ ETF പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ആസ് ഓഫ് 23 85.96 ഓഫ് ഔട്ട്ഫ്ലോ. ഓക്കെ, ഔട്ട്ഫ്ലോ ആണ്. പക്ഷെ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ബ്ലാക്ക് റോക്ക് എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്ഫ്ലോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് ഏകദേശം ഏപ്രിൽ 16 ഞാൻ പറഞ്ഞുള്ള നേരത്തെ, അതുപോലെ തന്നെ ഏപ്രിൽ 16 തൊട്ടിട്ട് നല്ല ഒരു ഇൻഫ്ലോ ബിറ്റ്കോയിനും വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. 3 days ആയിട്ട് ബിറ്റ്കോയിന്റെ ETF-ല് നെറ്റ് ഔട്ട്ഫ്ലോ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൾക്കാർ വിൽക്കാണ് ഇത് ബിറ്റ്കോയിൻസ് ത്രൂ ETF. പക്ഷേ നമ്മളില് ഇത്തറിയത്തിലോട്ട് കടന്നു കഴിഞ്ഞാല് 336 മില്യൺസിന്റെ ഇൻഫ്ലോ ആണ് നമ്മൾ കണ്ടത് അല്ലേ? ഓക്കെ, അതും ഡെയിലി സ്ട്രൈക്ക് കൂടിയോണ്ടിരിക്കുകയാണ്. ഓക്കെ, 500 മില്യൺ, 200, 400, 600, 700 മില്യൺ വെച്ച് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ബിറ്റ്കോയിൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാർ വിറ്റോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്തറിയം ഹെവി ആയിട്ട് ആൾക്കാർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാല് സ്മാർട്ട് മണി. ഓക്കെ, കാരണം ഈ ഒരു ETF പ്രൊഡക്റ്റിലേക്ക് നമുക്ക് സാധാ ആൾക്കാർക്ക് ആക്സസ് ഉണ്ടെങ്കിലും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണത്. ആ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ബിസിനസ്സുകാർ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നോക്കിയും കണ്ടവർ ചെയ്യുള്ളൂ. അല്ലാതെ ചുമ്മാ ഇരുന്നിട്ട് കടക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ല ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നോക്കിയും കണ്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്.
അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് സോറി ബിറ്റ്കോയിൻ ചെറുതായിട്ട് ഔട്ട്ഫ്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 89 മില്യൺ അത്രേ ഉള്ളൂ, ചെറുതാണ്. പക്ഷെ അതേ സമയത്ത് ഇത്തീറിയം 332 മില്യൺ ആണ് ഇന്നലെ ജൂലൈ 23 നടന്ന ഇൻഫ്ലോ, ടോട്ടൽ ഇൻഫ്ലോ. അതിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് റോക്ക് തന്നെയാണ് നടക്കുന്നത്. അത് വേറെ ഒരു കാര്യമാണ്. ഈ ബ്ലാക്ക് റോക്ക് ETF ബിറ്റ്കോയിനും തമ്മിലുള്ള ഒരു കോറിലേഷൻ ഉണ്ട്. പക്ഷെ അത് നമുക്ക് വരും വീഡിയോസിൽ പറയാം. അത് ഇപ്പത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ലെങ്ത് ആയി പോകും. ഓക്കെ, ഇനി നമ്മളെ മൂന്നാമത്തെ ഒരു ഡാറ്റ അത്ര റെലവെന്റ് അല്ല, പക്ഷേ മാക്രോ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാര് ഈ ഒരു ഡാറ്റ നന്നായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് കോയിൻ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടുത്തൊരു അനലിറ്റിക്കൽ ടൂൾ ആണ്, ഒരു വെബ്സൈറ്റ് ആണ്, ഒരു ഇന്റഗ്രേറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ കൂടുതലായിട്ട് ലിക്വിഡേഷൻസ് കഴിക്കാണ് നമുക്ക് കാണുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് മന്ത്ലി റിട്ടേൺ ഓഫ് ക്രിപ്റ്റോ കാണാനായിട്ട് സാധിക്കും. അത് ബിറ്റ്കോയിനും ഇത്തരം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആൾക്കാർ മെയിൻ ആയിട്ട് ഈ ഒരു ഡാറ്റയാണ് ചെക്ക് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോ ഫ്രം 2013 തൊട്ടുള്ള ഡാറ്റ എവിടെ കൊടുക്കുന്നുണ്ട്, ഓൺ ആവറേജും ഡാറ്റാസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം 2013 പച്ച, പിന്നെ ബാക്കി 3 വർഷം റെഡായി, പിന്നെ വീണ്ടും പച്ച, പിന്നെ അടുത്ത 3 വർഷം 2 വർഷം നെഗറ്റീവായി, മൂന്നാമത്തെ വർഷം ചെറിയൊരു പോസിറ്റിവിറ്റി കിട്ടി, നാലാമത്തെ വർഷം നന്നായിട്ട് കയറി, പിറ്റത്തെ 3 വർഷം നെഗറ്റീവ് ആയിട്ട് കിടക്കുന്നത്. ഇപ്പൊ നാലാമത്തെ വർഷം 2025 ഓഗസ്റ്റ് കടക്കാൻ പോവാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് പോസ്റ്റ് ഹാൽവിംഗ് ഇയർ, ഓക്കെ, പോസ്റ്റ് ഹാൽവിംഗ് ഇയറിൽ നല്ലൊരു ഇൻക്രീസ്, അതായത് നല്ലൊരു റണ്ണ് ഓഗസ്റ്റ് മാസത്തിൽ കാഴ്ചവെക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രീവിയസ് ഡാറ്റാസ് ചെക്ക് ചെയ്യുമ്പോൾ അത് ഒരിക്കലും 100% നമുക്ക് ആക്യുറൻസി പറയാൻ പറ്റില്ല ഈ ഒരു മാസം എന്തായാലും പോസിറ്റീവ് ആവുമെന്ന്. പക്ഷേ ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോൾ പോസ്റ്റ് ഹാവിങ് കഴിഞ്ഞിട്ടുള്ള പിറ്റത്തെ ഓഗസ്റ്റില് നല്ലൊരു റണ്ണ് കാഴ്ചവെക്കുന്നുണ്ട് ദ ഹോൾ ക്രിപ്റ്റോ മാർക്കറ്റ് ഇൻ ജനറൽ. ഓക്കെ, അപ്പോ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓൾക്കോയിൻ എന്ന് പറഞ്ഞ സാധനം ക്യാൻസൽ ആയിട്ടില്ല എന്നുള്ളതാണ്. കാരണം സ്മാർട്ട് മണീസ്, ബിഗ് ക്യാപിറ്റൽ ഫേംസ് ആൻഡ് കമ്പനീസ് അവർ ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവർ വിറ്റ് തുടങ്ങിയിട്ടില്ല. ഓക്കെ, ഒരു ചേഞ്ച് നടക്കുന്നുണ്ട്. അതായത് ബിറ്റ്കോയിന്റെ ഇൻഫ്ലോ കുറഞ്ഞിട്ട് ഇത്തരീയത്തിന്റെ ഇൻഫ്ലോ നന്നായിട്ട് കൂടുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു $4000 ഒരു ത്രഷ് ഹോൾഡ്, സൈക്കോളജിക്കൽ ത്രഷ് ഹോൾഡ്, അത് മറികടന്നു കഴിഞ്ഞാൽ നല്ലൊരു റണ്ണ് എല്ലാ ഓൾ കോയിൻസിനും സാധ്യമാകുന്നതായിരിക്കും. പിന്നെ 2, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇനി അധികം എഫക്ട് ചെയ്യാണ്ടിരിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ആയിക്കഴിഞ്ഞാല് വി വിൽ ഹാവ് അനദർ ഡാറ്റ. ഓക്കെ, അതുവരയ്ക്കും 4000 എന്ന് പറഞ്ഞ സാധനമാണ് ഒരു ത്രഷ് ഹോൾഡ് കിടക്കുന്നത്. ഓക്കെ, അത് കടന്നു കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു റൺ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഞാൻ ഡാറ്റ സഹിതമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക, കാരണം അവിടെ മന്ത്ലി ഗിവ് അവേ നടക്കുന്നതായിരിക്കും. So you can ask me questions directly through WhatsApp as well. Okay, പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. This is Sashin signing off. Peace out.